ഇവിടെ നഴ്സുമാരുടെ സമരം മൂർധന്യത്തിലായപ്പോൾ ആരൊക്കെയായിരുന്നു അതിനെ അനുകൂലിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. പൊതുജനം സ്വാഭാവികമായിട്ടും അനുകൂലിച്ചു. പൊതുജനം അനുകൂലിക്കുന്നതിന് പല പല കാരണങ്ങളുണ്ടാകും. കാരണം പലപ്പോഴും നമ്മളുടെ നിലപാടുകൾ പുറത്തു വരുന്നത് അത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെ ആശ്രയിച്ചാണ്. നമ്മൾ മുതലാളിമാർക്കെതിരെയുള്ള സമരത്തിൽ എപ്പോഴും നമ്മൾ മുന്നിലായിരിക്കാം. അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ എപ്പോഴും നമ്മളുണ്ടാവും. എല്ലാത്തരം മോശമായ കാര്യങ്ങൾക്കെതിരെ ഉള്ള സമരത്തിൽ നമ്മളുണ്ടാവാം. സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെയുള്ള സമരത്തിലുണ്ടാവും. മാനഭംഗത്തിനെതിരെയുള്ള സമരത്തിലുണ്ടാവും. എല്ലാവരും എതിരാണ്. എല്ലാവരും എതിർക്കുന്ന ഒരുപിടി കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. പക്ഷേ അത് വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൽ നിന്ന് ഈ എതിർപ്പ് എന്നാൽ എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും അഴിമതിക്കെതിരെയാണ്. പക്ഷെ അഴിമതി കൊണ്ട് പുറത്ത് മുട്ടിയിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ എതിരാവുന്നു, കൂടുതൽ അഴിമതിയായി വരുന്നു. അപ്പോൾ എന്താണ് ഈ എതിർപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും എതിർപ്പുകൾ എന്ന് പറയുന്നത് ഒരു സ്വയം മഹത്വപ്പെടുത്താനായിട്ടുള്ള, ഒരു സെൽഫ് ഗ്ലോറിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു ഉപാധിയാണ്. ശരിക്കും അങ്ങനെ മീൻ ചെയ്യുന്നില്ല. മറിച്ച് ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് സമൂഹം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ 6500 രൂപ 7000 രൂപ മാസം വാങ്ങിക്കുന്ന, സ്റ്റൈഫൻഡായിട്ട് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റൈഫൻഡ് മാത്രമല്ല ശമ്പളം അത് തന്നെയാണ് വാങ്ങിക്കുന്ന ഒരു നഴ്സ് ഈ 3 ലക്ഷത്തിൻ്റെ ലോൺ തിരിച്ചടച്ചുകൊണ്ടിരിക്കണം. മിനിമം ഒരു 6000 രൂപ വേണം തിരിച്ചടയ്ക്കാൻ. 2000 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ജോലി കിട്ടുന്നവരെ അവരെ ഇന്ന്, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവരെ ഇന്ന് തിരിച്ചടവില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴാണ് തിരിച്ചടവ് വരുന്നത്. ബാങ്കിലടയ്ക്കണം, സ്വന്തം കാര്യം നോക്കണം, വീട്ടുകാരുടെ പ്രതീക്ഷ. ഇതെങ്ങനെ ഇവിടെ മുന്നോട്ട് പോയതെന്ന് ആലോചിച്ച് നോക്കുക. വേറെ ഒരു ജോലിയിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, അവിടെ ഇതിന് ഏറ്റവും വലിയ കാര്യം, ഈ നഴ്സിംഗ് മേഖല ആകമാനം കൈക്കലാക്കിയിട്ടുള്ളത് കേരളത്തിലെ മത ആൾദൈവ മാനേജ്മെൻറ്റുകളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാ സ്വകാര്യ ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, രാത്രിയിലും പകലും 24/7 വലിയ തോതിലുള്ള മതാത്മകമായിട്ടുള്ള ജീവിത രീതികളും ശൈലികളുമാണ്. ഒരു 10-24 പ്രാർത്ഥനയൊക്കെയാണ് ഒരു ദിവസം ഒരു ശരാശരി ഹോസ്പിറ്റലിൽ. പക്ഷേ ഇത്രയധികം പ്രാർത്ഥിക്കുകയും ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇവർക്ക് പൈസ കൊടുക്കത്തില്ല. ഒരു വലിയ ആൾദൈവത്തിൻ്റെ പ്രമുഖ ആൾദൈവം, ആ പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പം കാര്യം ബോധ്യപ്പെടും. ആശുപത്രിയിൽ സമരം ചെയ്ത നഴ്സുമാരെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്രൂരമായി മർദ്ദിക്കുക, സ്ത്രീകളെ മർദ്ദിക്കുക അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഇവന്മാർക്ക് ഒരു അനുകൂല സാഹചര്യം കഴിഞ്ഞ 10-15 വർഷമായിട്ടുണ്ടായി. അതായത് കുറേ ആൺകുട്ടികൾ നഴ്സുമാരായിട്ട് വന്നു. ഈ നഴ്സുമാരുടെ ഇടയിൽ കൂടുതൽ ആൺകുട്ടികൾ കടന്നു വന്നപ്പോൾ ഈ ആശുപത്രി മുതലാളിമാരുടെ വാടക ഗുണ്ടമാർക്ക് കൈത്തിരിപ്പ് മാറ്റാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അതാണ് നടന്നത്. മിക്കവാറുമുള്ള എല്ലാ ആൾദൈവങ്ങളുടെയും മത മാനേജ്മെൻറ്റുകളുടെയും ഹോസ്പിറ്റലുകളിൽ എല്ലാത്തരം ഭീഷണികൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഈ 6500 രൂപ 7000 രൂപ അല്ലെങ്കിൽ 7500 രൂപ ശമ്പളം വാങ്ങിച്ച് 8 വർഷം ജോലി ചെയ്യുന്നവരെയും ഒരു കാര്യമില്ലാതെ പിരിച്ചുവിടുക. അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് പ്രതിഭ കുറവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈദഗ്ധ്യം ഇല്ല എന്നാണ്. ഇതൊരു പൊതുവായ ആരോപണമാണ്. കേരളത്തിലെ 2012 മുതൽ യഥാർത്ഥത്തിൽ ബലരാമൻ കമ്മിറ്റിയുടെ കാലഘട്ടം തൊട്ട് ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ തോതിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. 18,000 രൂപ ശമ്പളമാക്കണമെന്നായിരുന്നു ബലരാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. പക്ഷെ അത് അന്നത്തെ സർക്കാർ 2012 പോലുള്ള സർക്കാരുകൾ അംഗീകരിച്ചിട്ടില്ല. ശമ്പളം പരിഷ്കരിക്കാനായിട്ടൊരു സമിതി ഏർപ്പെടുത്തിയിരുന്നു 2016. ആ സമിതി റിപ്പോർട്ട് പോലും സമർപ്പിച്ചില്ല. 2016 ജൂലൈ മാസം ഒരു കമ്മിറ്റിയെ സുപ്രീം കോടതി നിയമിച്ചു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ ശമ്പളം സംബന്ധിച്ച് പഠിക്കാനായി. ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളമായി 20,000 രൂപ 50 കിടക്കകളുള്ള ഒരു ആശുപത്രിയിൽ, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആശുപത്രിയിൽ ഏറ്റവും മിനിമം 20,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 650 രൂപ. ഇവിടെ സാധാരണ കൂലിപ്പണിക്കാരുടെ ശമ്പളം തന്നെയാണ്. പക്ഷെ കൂലിപ്പണിക്ക് പോകാനായിട്ട് ഇത്രയും കാര്യമില്ല. പക്ഷെ ഇവർ പലപ്പോഴും ഈ സ്വകാര്യ മാനേജ്മെന്റുകാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വളരെ രസമാണ്. ഈ മിനിമം വേജസിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സാഹചര്യമാണ്. MRP എന്നൊക്കെ പറയുന്നതാണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. പക്ഷെ ആ പ്രൈസിൽ ഇവിടെ ആളുകൾ കാര്യം വിൽക്കുള്ളൂ. ആൻഡമാനിലെ ഒരു ഭൂഗർഭ അറയിലും വിൽക്കേണ്ട പ്രൈസാണത്. പക്ഷേ ഡൽഹിയിൽ വിൽക്കുന്നത് MRPയിലായിരിക്കും, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അത് പറയുന്നതുകൊണ്ടാണ് ഈ മിനിമം വേജസിൻ്റെ കാര്യം. മിനിമം വേജസ് കൊണ്ട് കേരളത്തിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് ആ റെയിൽ? ഞാൻ മിനിമം വേജസിലല്ല വർക്ക് ചെയ്യുന്നത്. മിനിമം വേജസിൽ വർക്ക് ചെയ്യുന്നവരെ എനിക്ക് അറിയില്ല അധികം പേര്. അത് ഏറ്റവും താഴാവുന്നതിൽ ഏറ്റവും വലിയ താഴ്ചയാണ്. ആ റേറ്റാണ് ഇപ്പം വന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ് നിശ്ചയിച്ച റേറ്റാണ്. ഇത്രയധികം ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള, മാത്രമല്ല അവരുടെ ജോലി സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ നിരാശാഭരിതരായ ജനങ്ങളെയാണ് അവരെപ്പോഴും കാണുന്നത്. മരുന്നിൻ്റെ ചൂരും മരണത്തിൻ്റെ ഗന്ധവും തങ്ങി നിൽക്കുന്ന അന്തരീക്ഷം, പഞ്ഞി, രക്തം, നിലവിളികൾ. അത്ര ആതുരമായ ഒരവസ്ഥയിൽ നിരന്തരമായി ഗ്ലൗസും കയ്യുറയും ഒക്കെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള മനുഷ്യർ. ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ സർജറി വാർഡുകൾ,
സാധാരണത്തിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഒരു നഴ്സ് ഒരാൾക്ക് എന്നുള്ളതാണ് നിരക്ക്. ഇവിടെ 4-5 പേർക്കാണ് ICUയിൽ ഒരു നഴ്സ് മിക്കവാറും, അല്ലെ കൂടി പോയാൽ 3 പേര്, അത് കവിഞ്ഞ് അതിൽ താഴോട്ട് വരില്ല. ഈ അമിത ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളവും.